ദേവി, ദേവി മോളെ, നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? അതോ ആ കണ്ണാടിക്ക് മുന്നിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? ദേ വരുന്നു, ഒരു 5 മിനിറ്റ് കൂടി. ഈ പെണ്ണ് എപ്പോ തുടങ്ങിയ ഒരുക്കമാണ്? ഇനി എപ്പോ കഴിച്ചിട്ട് കോളേജിൽ പോകാനാ? പോട്ടെ ചേച്ചി, ഒരുങ്ങി നടക്കേണ്ട പ്രായമല്ലേ കൊച്ചിന്. കൊച്ച് പിടിച്ച് കെട്ടിക്കാനായി. ഈ ചേച്ചി ദാസൻ ചേട്ടൻ കേട്ടിട്ട് വന്നാൽ കിട്ടും. നീ കഴിക്കാൻ എടുത്തു വെച്ചോ, ദർശു എന്തായാലും ഇപ്പോൾ എത്തും. ശരി ചേച്ചി. ആ പിന്നെ കല്ല് കഴിച്ചു കഴിഞ്ഞോ? ഇല്ലെങ്കിൽ അവളോട് വേഗം കഴിക്കാൻ പറ. പിന്നെ അവൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവൾ കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടും കൂടെ ഇവിടെ കിടന്ന് തല്ലാവും. അവൾ ബസ്സിൽ പൊയ്ക്കോളും ചേച്ചി. എല്ലാ ദിവസവും ദർശനം പോകുമ്പോൾ കൊണ്ടാക്കാന്ന് പറഞ്ഞാൽ മോശമല്ലേ അത്? എന്ത് മോശം? അവൻ പോകുന്ന വഴിയല്ലേ സ്കൂള്. ഒന്ന് പോ പെണ്ണെ, നീ പോയി കഴിക്കാൻ എടുത്തു വെക്ക്. അമ്മ വാ കഴിക്കാം, നേരം വൈകുന്നു. നീ ഇങ്ങനെ ഒച്ച വെച്ചിട്ടൊന്നും കാര്യമില്ല. ആ പെണ്ണിൻ്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദേവി, നീ വരുന്നുണ്ടോ? ഞാനും അച്ഛനുമൊക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുവേ. ദേ വരുന്നേട്ടാ. അവൾ ഒരുങ്ങി വരട്ടേടാ, നേരമാവുന്നതല്ലേ ഉള്ളൂ. ഹരിദാസ് ദർശനെ ശാസിക്കുന്നത് പോലെ പറഞ്ഞു. അതെ അതെ, ദാസേട്ടൻ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു. ഇനിയിപ്പോൾ വരുമ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് കഴിക്കാതെ ഓടും പെണ്ണ്. ഓടത്തൊന്നുമില്ല എൻ്റെ അമ്മുക്കുട്ടി. ഞാനിവിടെ ഇരുന്ന് ഫുള്ള് ഭക്ഷണം കഴിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. അപ്പോഴേക്കും ദേവി അവർക്കടുത്തേക്കെത്തി. രാധികയുടെ താടിത്തുമ്പിലായി പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് ദേവി പറഞ്ഞു, കൊഞ്ചാതെ ഇരുന്ന് കഴിക്കാൻ നോക്ക് പെണ്ണെ. ഏട്ടൻ എന്തായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? ദർശൻ ദേവിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു. 1.5 മണിക്കൂർ കൊണ്ട് നീ എന്ത് മേക്കപ്പായി മുഖത്ത് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുമായിരുന്നു ഞാൻ. ഒന്ന് പോയേ ഏട്ടാ, ഞാൻ ഇപ്പോൾ അങ്ങ് ഒരുങ്ങാൻ തുടങ്ങിയിട്ടുള്ളൂ. ഷാമ്പൂ ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് കുളിക്കാൻ ടൈം എടുത്തു. ഉവ്വ് ഉവ്വ് അച്ഛാ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് കൺസ്ട്രക്ഷൻ കമ്പനി നിർത്തിയിട്ട് കോസ്മെറ്റിക്സിൻ്റെ ഒരു ഷോപ്പ് തുടങ്ങിയാൽ മതിയായിരുന്നു. അതെന്താടാ? അതാകുമ്പോൾ ഇവളി മേടിക്കുന്ന മേക്കപ്പ് സാധനങ്ങളുടെ കാശെങ്കിലും നമുക്ക് ലാഭിക്കാലോ. അച്ഛാ, അമ്മയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് ദർശനത് പറഞ്ഞപ്പോൾ ദേവി അച്ഛനെ വിളിച്ചു. ദർശ, ഞാൻ പറഞ്ഞേ ഉള്ളൂ, നീ ഇനി പറയണ്ട. കുറേ നേരമായി അമ്മയും മോനും കൂടി എൻ്റെ മോളെ ആക്കാൻ തുടങ്ങിയിട്ട്. മേടിക്കും രണ്ടും എൻ്റെ കയ്യിൽ നിന്ന്. ദേവി ദർശനെ നോക്കി കളിയാക്കുന്നത് പോലെ കാണിച്ചു. അല്ലമ്മ, തല്ലു എന്തേ? ഇനി ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവൾ കഴിക്കാനിരിക്കും. അവളോട് വന്ന് കഴിക്കാൻ പറ. ഞാനിവിടെ കഴിച്ച് റെഡിയായി നിൽക്കുക. ഇനി എൻ്റെ മെക്കിട്ട് കയറണ്ട. കല്ലു ആ നിമിഷം അടുക്കളയിൽ നിന്നും അവിടെ ഹാജരായി. ഓ, അങ്ങനെ ആവട്ടെ തമ്പുരാട്ടി. അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവനെ പുച്ഛിച്ച് ചിരിച്ചു. അത് കണ്ട് ബാക്കിയുള്ളവരും ചിരിച്ചു. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങുക. കല്ലു, ക്ലാസ് കഴിഞ്ഞ് കത്തിയടിച്ച് നിൽക്കരുത്, വേഗം വന്നേക്കണം. എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഞാൻ വരുമ്പോൾ ചാണകം കൊണ്ടുവരാം. നീയപ്പോൾ കോളേജിൽ ചാണകം മേടിക്കാനാണോ പോകുന്നത്? ഒന്ന് പോയേട്ടാ, വരുന്ന വഴി വാങ്ങിയിട്ട് വരാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ, ഞാൻ കരുതി കോളേജിലൊക്കെ ഇപ്പോൾ ചാണകം കൊടുക്കുന്നുണ്ടെന്ന്. അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ദേവി കൈയൊക്കെ കഴുകി ബാഗുമായി ഇറങ്ങി. നിത്യമോളുടെ അച്ഛനോട് ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ മോളെ. ആ അച്ഛാ, അങ്കിളും അച്ഛനെ എപ്പോഴും അന്വേഷിക്കാറുണ്ട്. പറ്റുമെങ്കിൽ ഈ സൺഡേ ഒന്ന് നമുക്ക് പോകാം. രാധു കുറേ ആയില്ലേ അങ്ങോട്ടേക്ക് പോയിട്ട്. ആ മാധവിയും പറഞ്ഞു സമയം കിട്ടുമ്പോൾ ഒന്ന് വരാൻ. ബൈ. എല്ലാവരോടുമായി ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് അവൾ തൻ്റെ സ്കൂട്ടറുമായി നിത്യയുടെ വീട്ടിലേക്ക് പോയി. ഗുഡ് മോർണിംഗ് ദേവി മോളെ. ഗുഡ് മോർണിംഗ് കുമാരങ്കിൾ. നിത്യ എവിടെ? അവൾ അകത്തുണ്ട്. മാധവിയുമായി അംഗത്തിലാണ്. എന്തു പറ്റി? സ്ഥിരം കാര്യങ്ങൾ തന്നെ. എഴുന്നേൽക്കാൻ വൈകി, കുളിക്കാൻ വൈകി, മേക്കപ്പ് ചെയ്യാൻ സമയമെടുത്തു. അങ്ങനെ വിരലിൽ എണ്ണിക്കൊണ്ട് അയാൾ പറയുന്നത് കേട്ട് ദേവിയും ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. എടി നിത്യേ, ദേ ദേവിമോള് റെഡിയായി എത്തി. നീ ആ സാധനത്തിന് മുന്നിൽ തന്നെ നിന്നോ. അവളുടെ ഒരു ഒരുക്കം. സമയമൊന്നും ആയിട്ടില്ല ആൻറ്റി, ഞാൻ നേരത്തെ വന്നതാ. ഞാൻ പോയി വിളിച്ചോളാം അവളെ. എന്തിനാടി എന്നെ ചീത്ത കേൾപ്പിക്കാനായി ഇത്രയും നേരത്തെ തന്നെ പോന്നത്? ഓ, ആ കാര്യം പറയാതിരിക്കുന്നതാ ഭേദം. അവിടെ സമാധാനം തരാതെ വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നതാ. നീയൊന്ന് മാറിക്കേ, ഞാൻ എൻ്റെ മുടിയൊന്ന് നന്നായിട്ട് കെട്ടട്ടെ. മുടിയൊന്ന് നേരെ കെട്ടാൻ പോലും സമ്മതിച്ചില്ലേ അമ്മ. ആ ബെസ്റ്റ്. എന്നാ നീയൊരു കാര്യം ചെയ്യേ, മുടിയൊക്കെ സെറ്റ് ചെയ്യേ. അപ്പോഴേക്കും ഞാൻ പോയി ഫുഡ് അടിച്ചിട്ട് വരാം. ദേവിമോൾ എന്തേടി? മോളോട് വന്ന് കഴിക്കാൻ പറ. അവൾ അവിടെ മുടി ഒന്നുകൂടെ ശരിയാക്കി കെട്ടുകയാണ്. അമ്മയെപ്പോലൊരു അമ്മ അവിടെയും ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്നിനും സമ്മതിക്കുന്നില്ല.
അവൾ സ്വസ്ഥമായി മുടി കെട്ടിക്കോട്ടെ. ഇപ്പോൾ പ്രശ്നം ഞങ്ങൾ അമ്മമാർക്കായി. നിങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി തന്നെയാണോ കുഞ്ഞുങ്ങളെ അവിടെ പോകുന്നത്? എൻ്റെ അമ്മേ, എന്നാ ഒരു കാര്യം ചെയ്യേ, നാളെ തൊട്ട് എഴുന്നേറ്റപ്പടി അങ്ങ് കോളേജിലേക്ക് പോകാം. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? എന്നും കേട്ട് കേട്ട് മടുത്തു മനുഷ്യൻ. നിനക്കെന്താ, അവളല്ലേ കോളേജിൽ പോകുന്നത്. അവൾ ലേറ്റായാൽ അവൾ ചീത്ത കേട്ടോട്ടെ, അത് നീ നോക്കണ്ട. എന്തായി, വഴക്ക് കഴിഞ്ഞോ അമ്മയുടെയും മോളും കൂടി? ദേവി ചിരിയോടെ അവർക്കടുത്തേക്ക് വന്നിരുന്നു. ഇതൊക്കെ ഇവിടെ സ്ഥിരമല്ലേ മോളെ, നീ അതൊന്നും കാര്യമാക്കണ്ട. മോളിരിക്കെ, ആൻറ്റി കഴിക്കാനെടുക്കാം. അയ്യോ ആൻറ്റി വേണ്ട, റെഡിയാവാൻ സമയമെടുത്തെന്നും പറഞ്ഞ് 2 ഇഡലി കൂടുതൽ കഴിപ്പിച്ചു അമ്മ. അവളുടെ വയറൊഴിഞ്ഞുകൊണ്ടുള്ള ആ സംസാരം കേട്ടപ്പോൾ അവർക്കെല്ലാവർക്കും ചിരി വന്നു. അല്ല, നിധിയേട്ടൻ എവിടെ? കണ്ടില്ലല്ലോ. അവൻ നവ്യമോളുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും ഫംഗ്ഷനുണ്ടോ ആൻറ്റി? അതൊന്നുമല്ല മോളെ, അവിടെ ശ്യാമിൻ്റെ അച്ഛനും അമ്മയും ഒരാഴ്ച മോളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പോയേക്കുവാ. അപ്പോൾ അവർ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമല്ലേ ആയുള്ളൂ, മോളെ ഒറ്റയ്ക്ക് നിർത്തേണ്ടെന്ന്. അവൻ ജോലിക്ക് പോയി രാത്രിയല്ലേ വരൂ. ശരിയാ, നവ്യേച്ചി വീടുമായി ഇണങ്ങി വരുന്നതല്ലേ ഉള്ളൂ. SP സനൽകുമാറിനും ഭാര്യ മാധവിക്കും 3 മക്കൾ. മൂത്തവൻ നിതീഷ് എന്ന നിധി, രണ്ടാമത്തവൾ നവ്യ, മൂന്നാമത്തേത് നിത്യ. നിതീഷ് അച്ഛൻ്റെ പാത പിന്തുടർന്ന് IPS എടുത്തു. നവ്യ MSc കാരിയാണ്. നിത്യ ദേവിക്കൊപ്പം BSc ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. 1 മാസം മുൻപ് നവ്യയുടെ വിവാഹമായിരുന്നു. കസ്റ്റംസ് ഉദ്യോഗസ്ഥനായ ശ്യാമാണ് നവ്യയുടെ ഭർത്താവ്. ദേവികയും കുടുംബവും നിത്യയുടെ കുടുംബവുമായി വളരെ അടുപ്പത്തിലാണ്. ദർശൻ്റെ മറ്റൊരു പകർപ്പാണ് നിതീഷ്. നിതീഷിനും ദേവി സ്വന്തം അനിയത്തിയെ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കല്യാണം സ്വന്തം വീട്ടിലെ കല്യാണം പോലെ തന്നെയായിരുന്നു ദേവിക്ക്. സാരിയൊക്കെ ഉടുത്ത് കല്യാണപ്പെണ്ണിൻ്റെ അനിയത്തിയെ പോലെ തന്നെ അവളും അടിച്ചു പൊളിച്ചു കല്യാണം. എന്നാൽ ആ വിവാഹം തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ സംഭവമാണെന്ന് അവൾക്ക് അന്നേരം അറിയില്ലായിരുന്നു. നിധിമോനെ, ആരോ ബെല്ലടിക്കുന്നുണ്ടല്ലോ, ഒന്ന് ചെന്ന് നോക്കിക്കേ ആരാന്ന്. ശരി അമ്മ. ഹായ് അമ്പേ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. വാതിൽ തുറന്നപ്പോൾ മുൻപിൽ അംബരീഷിനെ കണ്ട് നിതീഷ് ചോദിച്ചു. ഞാനിവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാ. അപ്പോഴാണ് ഇവിടെയാണല്ലോ സാറിൻ്റെ വീടെന്ന് ഓർത്തത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി. സാറോ, അതെന്താ പുതിയൊരു വിളിയൊക്കെ? വലിയ IPS ഒക്കെ ആയില്ലേ, ഒന്ന് ബഹുമാനിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് പോടാ, വന്നിരിക്കാൻ നോക്ക്. ആരാ മോനെ വന്നത്? അമ്മേ, ഇത് അംബരീഷ്, എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാ. ആ, എനിക്ക് ഓർമ്മയുണ്ട്, അമ്പിയല്ലേ? ഇവൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ പണ്ടൊക്കെ. ആ അമ്പി തന്നെയാണ്. മാധവിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അമ്പി പറഞ്ഞു. മോനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ അച്ഛൻ്റെ ഒപ്പമാണ്. അച്ഛന് ചെറിയൊരു ഫിനാൻസ് കമ്പനിയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമൊക്കെ ഉണ്ട്. ഞാനും അച്ഛൻ്റെ ഒപ്പം കൂടി. അത് നന്നായി. മക്കളൊക്കെ ഇപ്പോൾ അച്ഛന്മാരുടെ പാതയാണല്ലോ പിന്തുടരുന്നത്. ഇവിടെ ഒരുത്തൻ അച്ഛനെ കണ്ടിട്ട് പോലീസിൽ പോയി ചേർന്നിട്ടുണ്ട്. മാധവി പറയുന്നത് കേട്ട് അമ്പിയൊന്ന് ചിരിച്ചു. മോനിരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട ആൻറ്റി, ഞാനിവിടെ അടുത്ത വീട്ടിൽ വന്നപ്പോൾ ഇവിടെ കൂടിയൊന്ന് കയറിയതാണ്. ഇപ്പോൾ തന്നെ ഇറങ്ങും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ ഇപ്പോൾ തന്നെ എടുക്കാം. പിന്നെ പറയടാ, എന്തൊക്കെയുണ്ട് വിശേഷം? മാധവി ചായ എടുക്കാനായി അടുക്കളയിലേക്ക് പോയപ്പോൾ നിധി ചോദിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. നിന്റെ കല്യാണം ആയോടാ? ഇല്ല, നോക്കുന്നുണ്ട്. നിന്റെയോ? നിധി ചെറിയ ചമ്മലോടെ ചോദിച്ചു. എനിക്കും നോക്കുന്നുണ്ട്. അപ്പോൾ നിന്റെ ഏതോ മുറപ്പെണ്ണ്, നിന്റെ മുറപ്പെണ്ണിനെ നിനക്ക് ഇഷ്ടമാണെന്നൊക്കെ നീ പറയുമായിരുന്നല്ലോ. ആ കുട്ടി? അത് ആ കുട്ടി, അവളുടെ സ്വഭാവം ശരിയല്ലടാ. അവൾക്ക് കാമുകനായി ഞാൻ മാത്രമല്ല, വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു. കല്യാണം ആലോചിക്കുന്ന സമയത്ത് അച്ഛൻ അന്വേഷിച്ചപ്പോഴാ എല്ലാം അറിഞ്ഞത്. അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചു. അത് പറയുമ്പോൾ അമ്പിയുടെ മുഖത്ത് ഒരു സങ്കടം പോലെ നിധിക്ക് തോന്നി. സാരമില്ലടാ, പോട്ടെ. എനിക്കിപ്പോൾ അത്ര വിഷമമൊന്നുമില്ല നിധി. കല്യാണത്തിന് മുൻപ് സത്യമൊക്കെ അറിഞ്ഞല്ലോ. അതെ, അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. പിന്നെ ഞാനിപ്പോൾ വന്ന... അമ്പി പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിർത്തിയപ്പോൾ നിധി അവനെ നോക്കി. എന്നാൽ അവൻ്റെ നോട്ടം അകത്തേക്കായിരുന്നു എന്നത് കണ്ടതും അവനും അങ്ങോട്ടേക്ക് നോക്കി. എന്താ അമ്പി? നിധി സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് ആ കുട്ടിയല്ലേ? അതെൻ്റെ അനിയത്തി നിത്യ, നീ കണ്ടിട്ടില്ലേ? നിത്യയുടെ കാര്യമല്ല, ആ കൂടെയുള്ള കുട്ടി. അന്ന് നിന്റെ അനിയത്തി നവ്യയുടെ കല്യാണത്തിന്.
നിങ്ങളുടെ ഫോട്ടോയിൽ ഞാൻ FBയിൽ കണ്ടപ്പോൾ ചോദിച്ച ആ കുട്ടിയല്ലേ ഇത്? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? അമ്പി വാക്കുകൾ തപ്പിപ്പെറുക്കി പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാവാതെ നിധി ചോദിച്ചു. എടാ, ഇത് ആ കുട്ടി, നവ്യയുടെ കല്യാണത്തിന് നീ FBയിലിട്ട ഫോട്ടോയിലുണ്ടായ കുട്ടിയല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴാണ് നിധി നിത്യയ്ക്കടുത്തായി നിൽക്കുന്ന ദേവിയെ ശ്രദ്ധിക്കുന്നത്. ഓഹ്, ദേവിമോളുടെ കാര്യമാണോ നീ ചോദിച്ചത്? എടാ, അത് നിത്യയുടെ ഫ്രണ്ട് ദേവിക. ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാ അവൾ ഞങ്ങൾക്ക്. ആ, ഞാനന്ന് FBയിൽ കുട്ടിയുടെ ഫോട്ടോ കണ്ടിരുന്നല്ലോ. ശരിയാ, നീ അന്ന് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നല്ലോ, വായിച്ചിരുന്നു. പക്ഷേ ഞാനത് വിട്ടുപോയതാ. അല്ല, എന്താ മോനെ ഒരു അന്വേഷണമൊക്കെ? ഏയ്, ചുമ്മാ കണ്ടപ്പോൾ നല്ല പരിചയം തോന്നി, അങ്ങനെ ചോദിച്ചതാ. അതെ അതെ, കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെയൊക്കെ കണ്ടാൽ നമ്മൾ ആണുങ്ങൾക്ക് പൊതുവേ ഒരു പരിചയം തോന്നാറുള്ളതാ. എനിക്കും ഉണ്ടാവാറുണ്ട് ഇങ്ങനെയൊക്കെ. നിധി പറഞ്ഞത് കേട്ട് അമ്പി ചമ്മിയൊന്ന് ചിരിച്ചു. വിരോധമില്ലെങ്കിൽ നീ എനിക്ക് ആ കുട്ടിയൊന്ന് പരിചയപ്പെടുത്തി തരൂ. മോനെ, വേണ്ട വേണ്ട, ആ റൂട്ട് വിട്ട് കളിക്ക്. അതെന്താ, നിനക്ക് ആ കുട്ടിയോട് വല്ല ഇഷ്ടവും? പാ, എനിക്കെൻ്റെ അനിയത്തിയെയും നവ്യയെയും പോലെയാണ് ആ കൊച്ച്. ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ ഒലിപ്പീരും കൊണ്ട് അവളുടെ അടുത്തേക്ക് പോകണ്ടെന്നാ. നല്ല തണ്ടും തടിയുള്ള ആങ്ങളയുണ്ട് അവൾക്ക്. നീ ചുമ്മാ ഞാനൊന്ന് പരിചയപ്പെടാൻ നിണ്ടി, അത്രയേ ഉള്ളൂ. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. അമ്പി ഒരു ചമ്മലോടെ പെട്ടെന്ന് എഴുന്നേറ്റു. ആ, നിക്ക് നിക്ക്, എന്തായാലും പരിചയപ്പെടാൻ ആഗ്രഹിച്ചതല്ലേ, ഒന്ന് പരിചയപ്പെടുത്തി തന്നേക്കാം. നിത്യ, ദേവി, ഒന്നിങ്ങി വന്നേ. എന്താ ഏട്ടാ? നിത്യയും ദേവിയും നിധിക്കടുത്തേക്കായി വന്നു നിന്നു. അതേസമയം രണ്ടുപേരും അമ്പിയെ കൂടി നോക്കി. ഇതെൻ്റെ ഫ്രണ്ടാ, നിനക്ക് ഓർമ്മയുണ്ടോ? അംബരീഷ്. ആ, 1-2 തവണ ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് ഞാൻ. ഇവനെ ദേവിമോളെ ഒന്ന് പരിചയപ്പെടണമെന്ന്, അതിന് വിളിച്ചതാ. അയ്യോ, ഞാൻ അങ്ങനെയല്ല. അത് ഇവൻ്റെ FBയിൽ ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിചയമുള്ളതുപോലെ തോന്നി, അതുകൊണ്ടാ. എടാ, നീ ഇനി ഇതിൽ കിടന്ന് അധികം ഡെക്കറേഷൻ നടത്തണ്ട. കാര്യം എന്താണെന്ന് അവളുമാർക്ക് മനസ്സിലായിട്ടുണ്ട്. നിധി പറയുന്നത് കേട്ട് അമ്പി ഒരു ചമ്മലോടെ അവരെ നോക്കി. ഏട്ടാ, ഞങ്ങൾ ഇറങ്ങട്ടെ. നിത്യ നിധിയോടായി പറഞ്ഞത് അമ്പിയെ കൂടി നോക്കി ഒന്ന് ചിരിച്ച് അവിടെ നിന്നും ഇറങ്ങി. ദേവിയും നിധിയെ നോക്കി ചിരിച്ചിറങ്ങി. പോകുന്ന പോക്കിൽ അവൾ അമ്പിയെ കൂടി നോക്കി. അത് അവൻ കാണുകയും ചെയ്തു. അവൻ്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു അവൾക്കായി. ആരാ നിത്യ അത്? കോളേജിലേക്ക് വണ്ടിയോടിച്ചു പോകുമ്പോൾ പുറകിലിരിക്കുന്ന നിത്യയോടായി ദേവി ചോദിച്ചു. ഏട്ടൻ്റെ ഒപ്പം കോളേജിലെന്തോ പഠിച്ചെന്ന് തോന്നുന്നു. ഇവിടെ 1-2 തവണ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ദേവി അതിനൊന്ന് മൂളി. ആൾക്ക് നിന്നെ കണ്ടിട്ട് പിടിച്ച മട്ടാണല്ലോ മോളെ. ഒന്ന് പോടി. അയാൾ പറഞ്ഞ പോലെ ചിലപ്പോൾ കണ്ടപ്പോൾ നല്ല പരിചയം തോന്നിക്കാണും. ഒരേ നാട്ടുകാരല്ലേ, എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാകും. ഇനിയിപ്പോൾ അങ്ങനെ സമാധാനിക്കാം. നിത്യയോടായി അങ്ങനെ പറഞ്ഞെങ്കിലും ദേവിക്കും തോന്നിയിരുന്നു അവൾ പറഞ്ഞത് ശരിയാണെന്ന്. പിന്നീട് ഒരാഴ്ചയോളം സാധാരണ പോലെ തന്നെ കടന്നുപോയി. ദേവിക്ക് അവിടെ അടുത്തുള്ള ഒരു ലൈബ്രറിയിൽ പോകുന്ന പതിവുണ്ടായിരുന്നു. സാധാരണയായി കല്ലുവിനെയോ നിത്യയെയോ കൂട്ടിയാണ് അവൾ പോകാറുണ്ടായിരുന്നത്. എന്നാൽ അന്ന് അവർക്ക് 2 പേർക്കും വരാൻ പറ്റാത്തതിനാൽ അവൾ തനിയെ പോകേണ്ടി വന്നു. ഹായ് ദേവിക. താൻ അന്വേഷിച്ചു വന്ന ബുക്സ് റാക്കിലുണ്ടെന്ന് ലൈബ്രറിയൻ പറഞ്ഞത് കേട്ട് അവിടെ തപ്പിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് തൻ്റെ പേര് ചൊല്ലി ആരോ വിളിക്കുന്നത് കേട്ട് ദേവി തിരിഞ്ഞു നോക്കിയത്. മുന്നിൽ അംബരീഷിനെ കണ്ട് അവളൊന്ന് ഞെട്ടി. എന്നെ ഓർമ്മയുണ്ടോ? അന്ന് നിധിയുടെ വീട്ടിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നില്ലേ? നിധിയേട്ടൻ്റെ ഫ്രണ്ടല്ലേ? ആ അതെ, അപ്പോൾ ഓർമ്മയുണ്ടല്ലോ. അമ്പി ചിരിയോടെ ചോദിച്ചപ്പോൾ അവളും അവനെ നോക്കിയൊന്ന് ചിരിച്ചു. ഈ ലൈബ്രറിയിലാണോ സ്ഥിരം വരാറ്? അതെ, സ്ഥിരം വരാറില്ല, ഇടയ്ക്കൊക്കെ. ഓ, അപ്പോൾ അതാണ് എനിക്ക് തന്നെ കണ്ടു പരിചയം തോന്നിയത്. ഞാനും ഇവിടെ തന്നെയാണ് വരാറ്. എന്നെ കണ്ടിട്ടുണ്ടോ ഇവിടെ? ഞാൻ വന്ന് ബുക്ക് എടുത്ത് പോകും, അല്ലാതെ ഇവിടെ ഇരുന്ന് വായിക്കാറൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ. പറഞ്ഞു മുഴുവിപ്പിക്കാതെ ദേവി നിർത്തി. മനസ്സിലായി, പറഞ്ഞു ബുദ്ധിമുട്ടേണ്ട. ഇവിടെ അടുത്താണോ വീട്? അപ്പുറത്ത് ജവഹർ സ്ട്രീറ്റിലാ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ചേട്ടനും. ആ, എന്നാ ശരി, ഇനിയും ഇവിടെയൊക്കെ വെച്ച് നമുക്ക് ഇടയ്ക്കൊക്കെ കാണാം. ബൈ. അവളോട് അങ്ങനെ പറഞ്ഞ് അമ്പി അവിടെ നിന്ന് ഇറങ്ങി. അന്ന് നിത്യയുടെ വീട്ടിൽ വെച്ച് ആൾക്ക് തന്നെ കണ്ടു പരിചയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിത്യ പറഞ്ഞതുപോലെ തന്നെയാണ് താനും കരുതിയത്. എന്നാൽ ഇപ്പോൾ ഇവിടെ വെച്ചാണ് കണ്ടിട്ടുണ്ടാകുക എന്ന് അമ്പി പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ദേവിക്കും തോന്നി.
തികച്ചും മാന്യമായ രീതിയിൽ തന്നെയാണ് അവൻ തന്നോട് ഇടപെട്ടിട്ടുള്ളത്. അവൻ പോകുന്നത് നോക്കി അവൾ ആലോചനയോടെ നിന്നു. കുറച്ചു കഴിഞ്ഞ് അന്വേഷിച്ച ബുക്ക് കിട്ടിയപ്പോൾ ദേവിയും അവിടെ നിന്ന് വേഗം സൈൻ ചെയ്ത് കൊടുത്തിറങ്ങി. കുറച്ചങ്ങ് നീങ്ങിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേർ ബൈക്കിലായി വന്ന് അവൾക്ക് വട്ടം നിന്നു. ആരാ? എന്താ? വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. ദേവി ഒരു പകപ്പോടെ ചോദിച്ചു. ഓ, ഞങ്ങൾ ഇവിടെയൊക്കെ ഉള്ളവർ തന്നെയാ. കുറച്ച് നാളായി ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട്. ആദ്യമൊന്ന് ഭയന്നെങ്കിലും പിന്നെ അവൾക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾ വണ്ടി മാറ്റ്, എനിക്ക് പോണം. പോകാലോ, അതിനു മുൻപ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് പൊയ്ക്കോ. എനിക്കിപ്പോൾ ഒന്നും കേൾക്കണ്ട. നിങ്ങൾ വണ്ടി മാറ്റിക്കേ, എനിക്ക് പോണം. അങ്ങനെ ഇപ്പോൾ നീ പോവണ്ട. അവളോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചിരുന്നവൻ ആ വണ്ടി ചെറുതായിട്ട് അവളുടെ വണ്ടിയിലേക്ക് ചരിച്ചു. വണ്ടിയും ദേവിയും കൂടി വീഴാൻ പോയതും ആ നിമിഷം തന്നെ ഒരു കൈ അവളുടെ വണ്ടിയുടെ ഹാൻഡിലായി പിടുത്തമിട്ട് വണ്ടി നേരെ വെച്ചു കൊടുത്തു. 3 പേരും ഒരേപോലെ ആ ആളുടെ നേർക്ക് നോക്കി. ആളെ കണ്ടതും ദേവി ഒന്ന് ഞെട്ടി.